അതിവേഗത്തിൽ അവിടെ നിന്നും പോയ ആ കാർ എത്തി അനിന്നത് ഭാർഗവി നിലയം പോലെ ഒരു വീട്ടിലാണ്. ആകെ പൊടി പിടിച്ചു മാറാലയും ഒക്കെ ആയി. കുറെ ഒക്കെ നശിച്ച ഒരു വീട്. ആദി വലിഞ്ഞു മുറുക്കിയ മുഖത്തോടെ ഇറങ്ങി. ഒപ്പം വിച്ചുവും. വിഷ്ണു കാറിന്റെ ബാക്ക് ഡോർ തുറന്നു ബോധമില്ലാതെ കിടക്കുന്ന തൃപ്തിയെ വലിച്ചു പുറത്തേക്ക് എടുത്തു. അവളെ എടുത്തു കൊണ്ടുപോയി അകത്തെ ഒരു മുറിയിലേക്ക് ഇട്ടു. വലിച്ചെറിഞ്ഞു എന്നും പറയാം. പുറത്തേക്കിറങ്ങിയവനെ കാത്തു വിച്ചു നിൽക്കുണ്ടായിരുന്നു. ഇനി എന്താ പ്ലാൻ ആദി? വിച്ചു ചോദിച്ചതും ആദിയുടെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. എന്തൊക്കെയോ ഒളിപ്പിച്ച വച്ചതുപോലെ. നീ ഒരു മാതിരി ചിരിക്കാതെ കാര്യം പറയടാ. ചൂടാവാതെ വിച്ചുട്ടാ. വിച്ചുവിന്റെ തോളിൽ തട്ടിക്കൊണ്ടു ആദി പറഞ്ഞു. പിന്നെ ചൂടാവാതെ? ആ പന്ന മോനെ പിടിക്കാൻ പോയിട്ട്. അവന്റെ പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നത് എന്ത് കാര്യത്തിനാടാ? അവന്റെ അല്ലേ പെണ്ണ്. ഇവൾ ഒക്കെ എങ്ങനെ ഉള്ളതാണ് എന്ന് എങ്ങനെ അറിയാം? അതിനെ അവൻ താലി കെട്ടിയേക്കുന്നു. ബോധം ഇല്ലേ ആദി നിനക്ക്? നിന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചോ നീ? ഐക്ഷ്. വിച്ചൂട്ടൻ നിന്ന് കത്തുവാണല്ലോ. നിന്റെ പുതിയതാണോ ഡാ വിച്ചു? അതിനൊരു കടുപ്പിച്ച നോട്ടം ആയിരുന്നു മറുപടി. ചൂടാവാതെ വിച്ചു. ഞാൻ എന്തെങ്കിലും കാണാതെ ആ മോളെ ഇങ്ങോട്ട് കെട്ടി എടുക്കും എന്ന് തോന്നുന്നുണ്ടോ? വിച്ചുവിന്റെ തോളിൽ കൂടെ കൈയിട്ട് വല്ലാത്തൊരു ഭാവത്തോടെ ആദി ചോദിച്ചു. അവന്റെ മുഖത്തേക്ക് തന്നെ വിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എന്താ ആദി നിന്റെ പ്ലാൻ? നമ്മൾ ഇപ്പോ അവളെ അവിടെ നിന്നും കൊണ്ടുവന്നത് ശ്രാവൺ അറിഞ്ഞിട്ടുണ്ടാകും. അല്ല അറിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോ അവൻ ഇരിക്ക പൊറുതി ഉണ്ടാവില്ല. അവന്റെ ജീവനെ അല്ലേ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു ഇട്ടേക്കുന്നേ. ഇനി അവൻ ഇവിടെ എത്തും എന്റെ മുൻപിൽ. അന്ന് അവനൊരു സദ്യ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. ആദി പറഞ്ഞത് കേട്ടു നിൽക്കെ വിച്ചുവിന്റെ മുഖവും ദേഷ്യം കൊണ്ട് ചുവന്നു. പിന്നെ ഏതൊരു ഓർമ്മയിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടു നിന്ന ആദിയുടെ ഉള്ളും പിടഞ്ഞു. ഒപ്പം കണ്ണുകളും നിറഞ്ഞു. അവനെ ചേർത്ത് പിടിച്ചു നിൽക്കെ രണ്ടുപേരുടെയും ഉള്ളിൽ ഒരുപോലെ കടന്നു വന്നത് അവളായിരുന്നു. വൈശാഖി. ഒരു കുഞ്ഞു പെണ്ണ്. എപ്പോഴും തെറിച്ചു തെറിച്ചു വരുന്ന കുഞ്ഞി പെണ്ണ്. അവർ രണ്ടുപേർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവൾ. വിച്ചുവിനു രക്തം കൊണ്ടെങ്കിൽ ആദിക്ക് കർമ്മം കൊണ്ട് അനിയത്തി ആയവൾ. വിടരുന്നതിനു മുൻപേ ചില വൃത്തികെട്ടവന്മാരാൽ ചവിട്ടി അരക്കപ്പെട്ട ഒരു കുഞ്ഞു പൂവ്. വിച്ചു. ഇങ്ങനെ നിന്ന മതിയോ മീര അന്വേഷിക്കും. ഇപ്പോ തന്നെ എനിക്ക് കുറെ വിളിച്ചിട്ടുണ്ട്. അയ്യോ പെണ്ണ് ഇന്ന് എന്നെ കൊന്നു തിന്നും. നെഞ്ചത് കൈ വച്ചു പറയുന്നവനെ കാണെ മുന്നത്തെ വിഷമം മറന്നു ആദി പൊട്ടി ചിരിച്ചു. നിനക്ക് ചിരിക്കാം, പ്രഗ്നന്റ് ആയ ശേഷം പെണ്ണിന് മുന്നത്തേക്കാളും വാശിയാണ്. വായോണി. പോയി കൈയോടെ വാങ്ങിക്കുമ്പോ ഷെയർ ഇടാം. മീര വിച്ചുവിന്റെ ഭാര്യ ആണ്. കോളേജ് കാലം മുതൽക്കേ ഉള്ള പ്രണയം ആയിരുന്നു. ആദിയുടെയും വിച്ചുവിന്റെയും ജൂനിയർ ആയിരുന്നു മീര. രണ്ടു പേർക്കും ജോലി ആയിട്ടാണ് കെട്ടിയത്. അത് അവന്റെ തന്നെ നിർബന്ധം ആയിരുന്നു. വീട്ടുകാർക്കും വലിയ പ്രശ്നം ഇല്ലാത്തോണ്ട് കേട്ട് ഒക്കെ സുഖമായി നടന്നു. ആൾ ഇപ്പോ 3 മാസം പ്രഗ്നന്റ് ആണ്. വിച്ചുവിന്റെ കൂടെ ആദിയും വാതിൽ പൂട്ടി ഇറങ്ങി. ആ വീടിനു കാവൽ എന്നാ പോലെ ബോഡി ഗാർഡ്സിനെയും വച്ചു. രാത്രി വന്നേക്കാം എന്ന് വിച്ചു അറിയാതെ അവരോട് പറഞ്ഞു. ആദി കാറിൽ കയറി. അവിടെ നിന്നു